തോപ്പിൽ ബാസി ഫൗണ്ടേഷൻ്റെ ഇത്തവണത്തെ പുരസ്കാരത്തിൻ്റെ കാര്യം പറയാൻ. ഞാനതിൻ്റെ ചെയർമാനാണ്. ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് അദ്ദേഹമാണ് എൻ്റെ സെക്രട്ടറി. അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം, എഴുത്തുകാരനാണ്. ഗ്രന്ഥശാല സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. പിന്നെ നമ്മുടെ നേരത്തെ സർക്കാർ ജീവനക്കാരുടെ സംഘടനയുടെ നേതാവായിരുന്ന സഖാവ് ഫ്രാൻസിസ്, അദ്ദേഹമാണ് അതിൻ്റെ ട്രഷറർ. പണത്തിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൂ. പിന്നെ പ്രഭാകരേട്ടൻ, നമ്മളെ പുതിയ പത്രപ്രവർത്തകർക്ക് ഓർമ്മയുണ്ടാവില്ല, മാതൃഭൂമിയുടെ ഏറ്റവും പ്രഗത്ഭനായ ഒരു സഹപത്രാധിപരായിരുന്നു അദ്ദേഹം, ഡെപ്യൂട്ടി എഡിറ്റർ കെ പ്രഭാകരൻ. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ, നമ്മുടെ ധനകാര്യമന്ത്രിയുടെ ഭാര്യയുടെ പിതാവ് കെ പ്രഭാകരൻ, അദ്ദേഹം നമ്മുടെ അവാർഡ് കമ്മിറ്റിയുടെ മെമ്പറാണ്. തോപ്പിൽ ബാസിയെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കേരളത്തിലെ നാടകരംഗത്ത് ഒരു മാറ്റത്തിൻ്റെ ചുവന്ന പരവതാനി വിരിച്ച ഒരു എഴുത്തുകാരനാണ് തോപ്പിൽ ബാസി. KPSC ആണ് ചരിത്ര നാടകങ്ങളുടെ വഴിയിൽ നിന്നും മലയാളത്തിൽ സാമൂഹ്യ നാടകത്തിൻ്റെ വഴിയിലേക്ക് മലയാളികളെ നയിച്ചത്. അന്നത്തെ നാടക പ്രസ്ഥാനം കേരളത്തെ ജനങ്ങളുടെ മനസ്സിനകത്ത് വലിയ സ്വാധീനം ചെലുത്തി. പൊന്നരിവാൾ അമ്പടിയിൽ എന്ന പാട്ട് മലയാളികൾ എന്നും കൊണ്ടു നടന്നു. അങ്ങനെയുള്ള KPSCയുടെ എല്ലാമായിരുന്നു തോപ്പിൽ ബാസി. ബാസി നിരവധി നാടകം എഴുതിയിട്ടുണ്ട്, നിരവധി സിനിമക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്, എല്ലാമാണ്. ബാസി മലയാളത്തിൽ എഴുത്തുകാരനായിരുന്നു, നാടകകൃത്തായിരുന്നു, സാഹിത്യകാരനായിരുന്നു, ഒപ്പം ഒരു ജനപ്രതിനിധിയായിരുന്നു, MLA ആയിരുന്നു. ചരിത്രത്തിലാദ്യമായൊരു നാടകത്തിന് വേണ്ടി ഒരു അസംബ്ലിയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് വലിയ പോരാട്ടം നടത്തിയ പോരാളിയായിരുന്നു അദ്ദേഹം. ഒരുപാട് മർദ്ദനമേറ്റുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായി രൂപീകരിച്ച പ്രസ്ഥാനമാണ് തോപ്പിൽ ബാസി ഫൗണ്ടേഷൻ. ഈ പ്രസ്ഥാനത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് നിങ്ങളൊന്ന് ആദ്യം ഓർക്കണം. പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് നടത്തുന്ന പ്രസ്ഥാനമല്ല. നമ്മളിതിൽ മെമ്പർമാർ മാത്രമാണ് ഇതിലെ പങ്കാളികൾ. പുറത്തുനിന്ന് നമ്മൾ ആരെടുത്തും പണം പിരിക്കാറില്ല. അങ്ങനെ സംശുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത്. ഇതിൻ്റെ അവാർഡ് വ്യത്യസ്ത തലങ്ങളിലാണ് കൊടുക്കാറ്. ഒന്ന് പത്രപ്രവർത്തക രംഗത്ത് കൊടുത്തിരുന്നു, അതുപോലെ തന്നെ നാടകരംഗത്ത് കൊടുത്തിരുന്നു. ആ കൊടുത്ത ഇത് 13ാമത്തെ അവാർഡാണിത്. 12 അവാർഡുകൾ എല്ലാം പ്രഗത്ഭരാണ്. ആദ്യത്തെ അവാർഡ് ശ്രീ ONV കുറുപ്പ്, രണ്ടാമത്തെ അവാർഡ് KPSC ലളിത, മൂന്നാമത്തെ അവാർഡ് മലയാള മനോരമയുടെ പ്രഗത്ഭനായ തോമസ് ജേക്കബ്, നാലാമത്തെ സുഗതകുമാരി ടീച്ചർ, 5 കാവാലം നാരായണ പണിക്കർ, 6 ഡോക്ടർ പുതുശ്ശേരി രാമേന്ദ്രൻ, 7 നമ്മളിപ്പോൾ വിട്ടുപിരിഞ്ഞ മലയാളത്തിൻ്റെ മറക്കാനാവാത്ത പ്രതിഭ ശ്രീ ശ്രീനിവാസൻ. മറ്റൊന്ന് നമ്മുടെ ചാനലുകളിൽ നമുക്കെല്ലാം മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുള്ള സിന്ധു സൂര്യകുമാർ. മറ്റൊന്ന് മനോജ് നാരായണൻ, സുജിത്ത് നായർ, മലയാള മനോരമയുടെ ഇവിടുത്തെ ബ്യൂറോയിലെ പ്രധാനപ്പെട്ട സുജിത്ത് നായർ, നമ്മുടെ പ്രിയപ്പെട്ട നടൻ മധു, നമ്മുടെ മലയാളത്തിൻ്റെ എല്ലാവരുടെയും മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരൻ, നോവലിസ്റ്റ് ശ്രീ പെരുമ്പടവും. ഇത്രയും പേർക്കാണ് നമ്മൾ കൊടുത്തത്. ഇത്തവണ നമ്മൾ ന്യായമായും കൊടുക്കേണ്ടത് ദൃശ്യ മാധ്യമ രംഗത്തുള്ള ആൾക്കാർ. നമ്മളതിനെക്കുറിച്ച്
നമ്മുടെ കമ്മിറ്റി, നമ്മൾ 4 പേരായ കമ്മിറ്റി നമ്മൾ ആലോചിച്ചു. നമ്മളെ പ്രഭാകരൻ ആ കമ്മിറ്റി മെമ്പറാണ്. കാരണം ഈ കാര്യത്തെക്കുറിച്ച് നല്ല പിടിപാടിൽ ആരെങ്കിലും വേണമല്ലോ. അതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ മെമ്പറാണ്. നമ്മൾ ശരിക്കും പരിശോധിച്ചപ്പം ഇന്ന് നമ്മളെ ദൃശ്യമാധ്യമ രംഗത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആള് നമ്മൾ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്, നിങ്ങളെല്ലാം ആളുകളെ മനസ്സിൽ കാണുന്നുണ്ടാവില്ലേ, നമ്മളെ ഏഷ്യാനെറ്റിൽ കൂടി വന്ന് മലയാള ദൃശ്യമാധ്യമ രംഗത്ത് ദിവസേന നമ്മളെ വിളിച്ചുറത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ്. പേര് ശ്രീകണ്ഠൻ നായർ. 24-ലെ ശ്രീകണ്ഠൻ നായർ അല്ലേ? 24. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ഞാൻ പറയുന്നില്ല, പറയേണ്ട കാര്യമില്ല. നമ്മൾ പരിഗണിച്ചത് അദ്ദേഹം ഈ രംഗത്ത് കാട്ടുന്ന കൃത്യമായ വാർത്താ നിർവഹണമാണ്. വാർത്തകൾ ജനങ്ങളിലെത്തിക്കാൻ സ്വീകരിക്കുന്ന പല മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രത്യേക രീതി മനുഷ്യ മനസ്സിനകത്ത് എത്തിക്കാൻ ശ്രീകണ്ഠൻ നായർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ കഴിവിനെ ഏറ്റവും പ്രധാനമായി നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഈ വർഷത്തെ ദൃശ്യ മാധ്യമ അവാർഡ്, അതും 13ാമത്തെ അവാർഡ് ശ്രീകണ്ഠൻ നായർക്ക് നൽകുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന വിവരം സന്തോഷത്തോടെ അറിയിക്കുന്നു. അവാർഡെന്ന് പറയുന്നത് 33,333 രൂപയാണ് അവാർഡ് തുക. അതിനു പുറമെ നമ്മുടെ കാരക്കാമണ്ഡലം വിജയകുമാർ അദ്ദേഹം ഡിസൈൻ ചെയ്ത ഒരു മൊമെൻറ്റോ അതിൻ്റെ കൂടെയുണ്ട്. കാരണം ബാസിയെപ്പോലുള്ള ഒരാൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കണം എന്ന കാര്യത്തിൽ ആർക്കും സംശയം കാണില്ല. കാരണം ബാസിയുടെ നാടകങ്ങൾ പഴയ കാലങ്ങളിൽ കണ്ട ആളുകളും ഇപ്പോൾ പഴയ നാടകങ്ങൾ വീണ്ടും വീണ്ടും കാണുകയാണ്. മലയാള നാടകരംഗത്ത് ഇപ്പം നാടകരംഗം പൊതുവെ തന്നെ ശോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നാടകരംഗത്ത് ഒരു നല്ല ചലനം വീണ്ടും കൊണ്ടുവരിക. ഇപ്പോൾ KPSCയുടെ പുതിയ നാടകം ഇപ്പോൾ വന്നിട്ടുണ്ട്. നാടകത്തിന് നല്ല ബുക്കിംഗ് ഉണ്ട്. പഴയ കാലത്ത് നമുക്ക് പ്രൊഫഷണൽ നാടകരംഗത്ത് തന്നെ ഒരു 5-8 പ്രധാനപ്പെട്ട കലാസമിതികൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്താണ് മത്സരിക്കും പോലെ. ആ കലാസമിതികൾ മിക്കവാറും എല്ലാം കൊഴിഞ്ഞു പോയി. ഇപ്പം നാടകത്തിന് ആളുകൾക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരവസ്ഥ വരുന്നു. അത് വന്നുകൂടാ. നാടകമെന്ന് പറഞ്ഞാൽ ഒരു എഴുത്തുകാരൻ അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം, ആ കഥാപാത്രത്തെ ജീവനോടെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് നാടകമാണ്. അങ്ങനെ മനുഷ്യ മനസ്സിനകത്തുള്ള വികാര വിചാരങ്ങളെ നന്മയുടെ വഴിയിലേക്ക് നയിക്കാൻ നമ്മുടെ നാടക പ്രസ്ഥാനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ സാരഥിയായിരുന്ന തോപ്പിൽ ബാസി, അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ MLA ആയിരുന്നു. മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്തിലും ഇന്ത്യക്ക് പുറത്തും ആ നാടകങ്ങൾ ഒരുപാട് സ്റ്റേജുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പോയ നാടക പ്രസ്ഥാനം വേറെയില്ല. പ്രൊഫഷണൽ നാടകരംഗത്ത് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു നാടക പ്രസ്ഥാനമാണ് സാക്ഷാൽ തോപ്പിൽ ബാസിയുടെ KPSC എന്ന നാടക പ്രസ്ഥാനം. ഇപ്പോൾ ബാസിക്കുള്ള അവാർഡ് ഞങ്ങൾ ഈ മാസം 16-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് CPIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാ ബിനോയ് വിശ്വം അവാർഡ് സമ്മാനിക്കും. ഈ മാസം 16-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് എല്ലാവരും അതിൽ സഹകരിക്കണം. എല്ലാവരും ഞാൻ നേരിട്ട് ക്ഷണിക്കുകയാണ്. കാരണം നമുക്ക് നാടകം എന്ന് പറയുന്ന ഈ കലയെ നമുക്കൊരിക്കലും വേറിട്ട് കാണാൻ പറ്റില്ല. അതാണ് മനുഷ്യ ജീവിതം. അതിനുവേണ്ടി നിങ്ങൾ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനു പുറമെ അന്ന് നമ്മൾ ഇവിടെ അതിൻ്റെ കൂടെയുള്ള പരിപാടികളുണ്ട് 16-ാം തീയതി. ആ പരിപാടികളെല്ലാം നിങ്ങളെല്ലാവരും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരുപാട് നേരം നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. രാഷ്ട്രീയ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുമല്ലോ.
അത് ചർച്ച ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഞാനൊന്നും പറയാൻ പോകുന്നില്ല. ഇവിടെ വന്നിരിക്കുന്ന കാര്യമല്ലേ നമുക്ക് പറയാൻ പറ്റും, അല്ലേ? ഇവിടെ വന്നിരിക്കുന്നത് തോപ്പിൽ ഭാസ്യ ഫൗണ്ടേഷൻ്റെ കാര്യമാണ്. പിന്നെ മറ്റ് കാര്യങ്ങൾ നമ്മുടെ സെക്രട്ടറി വള്ളിക്കാവ് മോഹൻദാസ്, അയാൾ വലിയ പണ്ഡിതനാണ്, അദ്ദേഹം ചില കാര്യങ്ങൾ സംസാരിക്കും. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. തോപ്പിൽ ഭാസ്യ ഫൗണ്ടേഷൻ്റെ അവാർഡ് സമർപ്പണത്തെക്കുറിച്ചെല്ലാം ഞങ്ങളുടെ ചെയർമാൻ രവിയേട്ടൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. 16-ാം തീയതിയിലെ പ്രോഗ്രാമിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവാർഡ് സമർപ്പണത്തിന് ശേഷം തോപ്പിൽ ഭാസിയുടെ ഒരു നാടകം ഇവിടെ ചെയ്യുന്നുണ്ട്. തോപ്പിൽ ഭാസി എഴുതിയിട്ടുള്ള ഏകാംഗ നാടകങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ് ഷെൽട്ടർ എന്ന നാടകം. ഷെൽട്ടർ എന്ന ഏകാംഗ നാടകം ഇവിടെ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ഹാളിലാണ് അവാർഡ് നൽകുന്നത്. അവാർഡ് സമർപ്പണത്തിന് ശേഷം ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഷെൽട്ടർ എന്ന നാടകം ഈ അടുത്ത സമയത്തൊന്നും എവിടെയും അവതരിപ്പിച്ചിട്ടില്ല. ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തോടനുബന്ധിച്ച് അത് അവതരിപ്പിക്കുകയുണ്ടായി. അതേ ടീം തന്നെയാണ് ഇവിടെ ആ നാടകം അവതരിപ്പിക്കുന്നത്. അതാണ് ഒരു പ്രത്യേകത. തോപ്പിൽ ഭാസി അവാർഡിനോടൊപ്പമുള്ള ഒരു ഹൈലൈറ്റ് അതാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. നാടകാവതരണത്തിന് മുൻപ് KPSC നാടക ഗാനങ്ങളുടെ പ്രസൻറ്റേഷനും ഉണ്ടാകും. ഇപ്റ്റയാണത് അവതരിപ്പിക്കുന്നത്, അതുമുണ്ടാകും. തോപ്പിൽ ഭാസി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.